ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിതാ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതാ അജ്മോന് ഇസുതാ നമ്മുടെ മണ്ടി കളിച്ചാണ്. ഒരായെടുത്ത അപ്പോൾ ഞങ്ങൾ പോകുന്നത് വിശേഷങ്ങളൊക്കെ കാട്ടിത്തരാം. എവിടേക്കാണ് പോകണതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോണത്, തൂത. നാളെ ഒരു ചെറിയൊരു മിനി ബ്ലോഗായിട്ട് ഞാൻ കാട്ടീനും അവിടെ ചെന്നത്. എന്തായാലും അവിടെ നാളെ ഒരു പരിപാടി, ഇന്നും നാളേക്ക് ആയിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വരാം ഇൻഷാ അല്ലാ. അപ്പം ഞങ്ങൾ പോകാൻ റെഡി ആയിക്കാണ്. വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ട്, അനിയത്തിയുണ്ട്, അനിയനുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോണത്. ജംഷിയാക്കും ചിലപ്പോൾ നാളെ വരുന്നുണ്ടാവും. ഇതൊന്നും തീരുമാനമായിട്ടില്ല. അപ്പം ഞങ്ങളെന്തായാലും പോട്ടെ, അവിടുത്തെ വിശേഷങ്ങൾ ഇങ്ങനെ കാണാം. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ്. ജംഷിയാക്കും ഉമ്മാനെയും ഇസുവിനെയും വണ്ടിമാർ അവിടെ ബസ് കയറിനടുത്ത് കാക്കാലേ ഒരു വണ്ടിമ പോയി. അതാക്കിയിട്ട് ഒരു വരും. അപ്പം ഞങ്ങൾക്ക് വണ്ടിമ പോകാം. കുട്ടികൾ മുന്നിൽ വണ്ടി കിട്ടണോ. ജംഷിയാപ്പ് പിന്നെ ഞങ്ങൾ അങ്ങനെ വണ്ടിമ കൊടുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബസ് എത്തിക്കണേ. ബസ് കയറിയപ്പോൾ പിന്നെ അജ്മോൻ കുറച്ച് എനിക്ക് അങ്ങനെ കടന്നുറങ്ങി. പിന്നെ പെരിന്തൽമണ്ണയിൽ മാറി കയറിയപ്പോൾ പിന്നെ ഓൻ ഉറങ്ങിയതൊന്നുമില്ല. ഓനങ്ങനെ വൈക്കന്ന് ഇരുന്ന് കാളനിയും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കണ്ടിരിക്കുന്നു. പിന്നെ ഇസു കൊണ്ട് പിന്നാലെ ഇങ്ങനെ അന്തം കൂട്ടിയിരിക്കുകയൊക്കെ ആയിരുന്നു ബസ്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലെത്തി. ഞങ്ങൾ വൈക്കന്ന് വലിയ 2 കാളനിയും പിന്നെ ഇവിടെ തൂതിൽ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ വലിയൊരു ആനനെയും കണ്ടു. നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ എത്തിക്കിട്ടു. അപ്പോൾ ഒരായി പറഞ്ഞാൽ നമ്മളെവിടേക്കാ പോ നിൽക്കണേ? ആന കാണാനോ? ആന കണ്ടോ? ഇതേത് കാക്കുക? ചച്ചു കാക്കൂരേ. ഞങ്ങളതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ അമ്മോന് ഇത് ഈ ബിൽഡിങ്ങിൻ്റെ മേലെ, ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ മേലെ തന്നെ ദോശമാവിൻ്റെ ഒക്കെ പരിപാടിയാണ്. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി അമ്മോനൊക്കെ അവിടെയാണ്, ചെറിയ അമ്മോൻ. അത് നോക്കാൻ വേണ്ടി. വലിയ അമ്മോന് എണ്ണക്കടി അങ്ങനത്തെ ഒക്കെ പരിപാടികൾ, ചെറിയ അമ്മോന് ദോശമാവിൻ്റെയും ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ പരിപാടികളാണ്. ഇതെടുത്തറ ഇതാണ് ഓരോ കമ്പനി വരുന്നത്. അടിപൊളിയാണ്, ഉപയോഗിച്ചാൽ അടിപൊളിയാണ്. അവൾ അങ്ങനെ അങ്ങോട്ട് വീട്ടിലേക്ക് പോയപ്പോൾ അത് കഴിയാനായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തി. അന്ന് വന്നപ്പോൾ കുമ്മമ്മ ഇവിടെ പൊറാട്ടയും കറിയൊക്കെ കൊടുക്കുന്നു. ഇവിടെ കാറ്റിന് ഓർക്കണം. ഇവിടെ വന്നാൽ പൊറാട്ട കഴിഞ്ഞു. ഇനി അത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതാ മൂത്തമ്മ എത്തിക്കണു, മേലെ എത്തിക്കണു. ഇവിടെ ആകെല്ലാത്ത ചക്ക, മാങ്ങ അങ്ങനെ സാധനങ്ങൾ. ഇങ്ങോട്ടൊക്കെ ചക്കയും മാങ്ങയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മൂത്തമ്മ മാങ്ങ കൊടുക്കുന്നു, ഞങ്ങൾ പോകുമ്പോൾ കുറേ മാങ്ങ കൊടുക്കുന്നു. ഇവിടെ ഓരോക്കെ കായ് കൊടുത്ത് വേണം, ടൗണായതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പിന്നെന്താ ഇപ്പോഴത്തെ വിശേഷമൊക്കെ അടുത്തരാം. ആരെയും മുഖമൊന്നും ഉൾപ്പെടുത്തുന്നുണ്ടാവില്ല, അവർക്ക് താല്പര്യം ഉണ്ടാവില്ല വീഡിയോയിൽ വരാനും. അല്ലാതെ ചെറിയ കാര്യങ്ങളൊക്കെ അടുത്തരാം. ഈ മാങ്ങ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കൊടുന്ന വീട്ടിലുള്ള മാങ്ങ. പിന്നെ അമ്മ മാങ്ങ കട്ട് ചെയ്ത് കഴിച്ചു. ഇതിപ്പോൾ മൂത്തമ്മ വന്നപ്പോൾ കൊണ്ടുവന്നാണ്. ഇത് കൊക്കോണത്, കൊക്കോ. ഇതൊക്കെ ഇപ്പോൾ മൂത്തമ്മ വന്നപ്പോൾ കൊണ്ടുവന്നു. ഇമ്മ പിന്നെ പഴുത്ത മാങ്ങയൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ അപ്പുറത്ത് പോയി, വലിയ അമ്മോൻ്റെ വീട്ടിൽ പോയി. മെയിൻ റോഡാണ്, പെരിന്തൽമണ്ണ ചെർപ്പശ്ശേരി റോഡ്. പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ മൈക്കുണ്ടായിരുന്നു അവിടെ. ആ മൈക്കേട് അജ്മോനും ഇസുപോലെ അങ്ങനെ പാട്ടുകളും കളിയൊക്കെയായിരുന്നു. ഇസുവിനെ നല്ലോണം പറ്റിക്കണം. അതുകൊണ്ട് ഇങ്ങനെ തൊള്ളയിടണോ ഇതാവണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഉമ്മ എനിക്ക് പോകാനായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ നിൽക്കണമുണ്ട്. ഞങ്ങളിതാ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ഞാനിങ്ങനെ കാളയിലേക്ക് പോകും, കുറേ ഉണ്ടാവും. ഞങ്ങൾ പോകുമ്പോൾ വലിയ കാളകളെ കണ്ടു വന്നു. വൈകുന്നേരം കാളയിലോട്ട് ഇങ്ങനെ പോകും. പിന്നെന്താ സഭ മാമ വെച്ച് പറഞ്ഞ മഴ പെയ്യുന്നാവും. മഴക്കാറ് നല്ലോണം ഉണ്ട്, കാറ്റും മഴ നല്ലോണം വരുന്നുണ്ട്. മഴ പെയ്ത ഒന്നും കാണൂല. മഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനും പോലെ ഉണ്ടാവില്ല. നാളെ പഴയ തറവാട് വരെ എന്ന് വെച്ചാൽ സുഖമായിരുന്നു. അവിടെ ചുറ്റോട്ടിൽ ഇരുന്നിട്ട് തന്നെ
നേരെ കണ്ടിരുന്നു ആ റൂട്ട്. ഞാൻ പിന്നെ അവിടെ വീഡിയോ എടുത്തപ്പോഴാണ് അനിയനും അമ്മോനും. അപ്പൊ ഇതാ നല്ലൊരു മഴയൊക്കെ ചോർന്നിരിക്കട്ടില്ല, എന്തോ ഒരു കാറ്റും മഴയും ഇടിയും മഴയും. ഇനിയും വൈകുന്നേരം ഉണ്ടാവാതിരിക്കട്ടെ, എന്നിട്ട് പിന്നെ കാളയൊക്കെ നേരെ പോണ കാണാം. അല്ലെങ്കിൽ മഴ പെയ്താൽ ഒന്നും കാണൂല, ഒക്കെ പോവും. ഞങ്ങൾ മഴ ചോരിനോട് കൂടി അങ്ങോട്ട് ഇറങ്ങും, മഴ പെയ്ത് കയറും. അപ്പോൾ ആ പൂക്കിലൂല് ഒക്കെ മൂടിയങ്ങാണ്ട് മണ്ടക്കരം. മഴ ഉണ്ടാകാതിരുന്നാൽ കഴിച്ചില്ലായി, മഴ ഉണ്ടെങ്കിൽ ഒന്നും കാണൂല. അപ്പോൾ നല്ല മഴയായിരുന്നു ഉമ്മ പോയപ്പോഴൊക്കെ, എന്തോ ഒരു മഴയായിരുന്നു. അപ്പം മഴക്കൊന്ന് ചോർന്ന് നിൽക്കുന്നു. ഒരു മേമയുള്ള എത്തിയിട്ട് പിന്നെ ഞങ്ങളവിടെ ആക്കിയാണ്ട് ഉമ്മ അങ്ങനെ പോയി. പിന്നെ ഇവിടെ ഇല്ല ഇപ്പോൾ ഒരു മേമയും മൂത്തമ്മയാണ്. ഇനി വേറെ 4 മേമാരാണ് മൊത്തം ഉള്ളത്. 4 മേമയും പിന്നെ ഒരു മൂത്തമ്മയും ഇമ്മയും 2 ആങ്ങളാരുമാണ്, 2 അമ്മമാരും. ഒരു 8 മക്കളാണ്. ഒരു മൂത്തമ്മയുണ്ട്, ഇമ്മയുണ്ട്, പിന്നെ 2 അമ്മമാരും 4 മേമാരും അങ്ങനെ ഉള്ളത്. അതിലിപ്പോൾ ഇമ്മ ചെറിയ മേമാവിൻ്റെ മേലത്തെ മേമാക്ക് പാലക്കാടിലെ മേമാൻ്റെ കാലുകൊണ്ട് സുഖമല്ല. മേമാൻ്റെ മാനൊരു ആക്സിഡൻ്റ് ആയിട്ടൊക്കെ ഇപ്പോൾ സർജറി കഴിഞ്ഞ് കിടക്കുക. അപ്പോൾ ഓർക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, ഒരു വരില്ല പറഞ്ഞു. മറ്റേ മേമാരൊക്കെ വരട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇമ്മ അതേമാതിരിപ്പോൾ വന്ന് പോയി, അനിയത്തിയുടെ പ്രസവിച്ചടക്കണേ. അപ്പം ഉമ്മാക്കൊന്നും നിൽക്കാൻ പറ്റില്ല, ഉമ്മയും പോയി. മറ്റുള്ളൊക്കെ ഉണ്ട് അവിടെ, മൂത്തമ്മയുണ്ട്, വേറെ ഒരു മേമയുണ്ട്. ഓല അവിടെ അടുത്ത പെരയിൽ ആരെയും കാണാണ്ട് എന്നിട്ട് അവർക്ക് പോയിക്കാണ്. ഉമ്മമ്മ ഉണ്ട് അവിടെ. ഓല അടുക്കളയിൽ വൈകുന്നേരത്തിന് ചിക്കനും നെയ്ച്ചോറുമാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. മേലെ അമ്മായി ഉണ്ട്, അമ്മായി അവിടെ നല്ല തിരക്കിലാണ്. കടിക്ക് ഇതേമാതിരി സ്നാക്സൊക്കെ അല്ലേ, നല്ല തിരക്കാണ്. അപ്പോൾ നൈറ്റ് അവിടെ കടയിലും ഇതേമാതിരി ഭക്ഷണം ഉണ്ട് തോന്നുന്നു, നെയ്ച്ചോറും ചിക്കൻ പീസും അങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള തിരക്കിൽ അമ്മായി, ഇവിടുത്തെ അമ്മായി ഇവിടെ ഓരോ തിരക്കിലാണ്. കാക്കൂൻ്റെ ഇവിടെ ചെറിയ അമ്മോൻ്റെ മാവും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഓട്ടോ ഉണ്ട്, ഓട്ടോറിക്ഷ എടുത്തിങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഓട്ടം കിട്ടുന്ന ടൈമല്ലേ, അപ്പം അങ്ങനെ കാക്കും പോയിട്ടുണ്ട്. മക്കൾ ഇതവിടെ ഓരോ തിരക്കിലും പരിപാടി വികൃതിയിലൊക്കെ ഉണ്ട്. പിന്നെ അതാ വൈകുന്നേരം ചായയും കടിയൊക്കെ കൊടുന്നു, എണ്ണക്കടിയൊക്കെ കടയിൽ നിന്ന് കൊടുന്നതിന് കഴിച്ചു. പിന്നെ ഞങ്ങൾ മേലത്തെ അമ്മോൻ്റെ വീട്ടിൽ പോയപ്പോൾ റോഡിൽ കൂടി ഇപ്പം തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി 7 മണിയൊക്കെ ആയപ്പോൾ കാള വരുന്നുണ്ട് കാരണം പാട്ടും സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് മേലെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ആദ്യം ഒരു കാളയും കുറച്ച് പാട്ടും കാര്യങ്ങളും അങ്ങനെ പോയി. പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ടാണ് എത്തിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഇനി വരൂലേ എന്നൊക്കെ കരുതുന്നു. അപ്പോൾ വലിയ വലിയ കാളകൾ ഇനിയും കുറേ വരാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓരൊക്കെ വരാൻ വേണ്ടി ഞങ്ങളെ വെയിറ്റ് ചെയ്താണ് കുറച്ച് നേരം വീണ്ടും നിന്നു. ആദ്യമൊക്കെ ഒന്ന് പോയി അതിൻ്റെ പിന്നാലെ വരിക്ക് വന്നിരുന്നു. പ്രാവശ്യം ഈ ബസ്സിലെ കാള പോയിട്ട് പിന്നെ 1 മണിക്കൂർ ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും മറ്റു വന്നപ്പോൾ. പിന്നെ ഞങ്ങളങ്ങനെ കുറേ ടൈം നിന്ന് വലിയ വലിയ കാളകളൊക്കെ വന്നു. അതാണെങ്കിൽ ലാസ്റ്റൊക്കെ നല്ല രസമുള്ള കാളകളായിരുന്നു. കുട്ടികളായിട്ട് ഇങ്ങനെ ഒക്കത്ത് വെച്ച് വിൽക്കില്ല. പിന്നെ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ അതൊരു രസമല്ലേ കാണാൻ, കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ. അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കുറേ ടൈം അവിടെ അങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ കൂടി തല്ലും നടക്കുന്നുണ്ട്, പോലീസുകാരും ഉണ്ട് വടി പിടിച്ചിട്ട്. അങ്ങനെ ഏതായാലും ഇന്നലത്തെ ദിവസം അങ്ങനെ പോയി. ഞങ്ങൾ പിന്നെ പൂരത്തിന് വരികയെന്ന് പറഞ്ഞാലേ ഞങ്ങൾ പൂരത്തിന് അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഉമ്മരത്ത് നിന്നിട്ടില്ല, കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അത് ഈ കാളവേലൻ്റെ അന്ന് ഇത് നല്ലോണം കാണും ഇവിടുന്ന്. അല്ലാതെ പൂരം അമ്പലത്തിൽ പോയി കാണുക അങ്ങനെ പരിപാടികളൊന്നുമില്ല. ഇവിടെ പെരൻ്റെ മുന്നിൽ കൂടി പോകുന്നത് ഞങ്ങൾ നിന്ന് കാണും. അത് ഞങ്ങളെല്ലാവരും ഉണ്ടാവും കാണാൻ, അതെല്ലാവരും നിന്ന് കാണും. പിന്നെ ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കാവുക്ക് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പോവും. അപ്പോൾ പിന്നെ ആണുങ്ങൾക്കൊന്നും യാതൊരു ഒഴിവില്ല. കാക്കു ചെറിയ കാക്കു വണ്ടി കൊണ്ട് പോവും, വലിയ അമ്മോന് കടയിലും. പിന്നെ ആരും ജംസിയൊക്കെ വന്ന ജംസിയൊക്കെ പിന്നാലെ പോക്കുണ്ട് എല്ലാ കൊല്ലം. പ്രാവശ്യം ജംസിയൊക്കെ ചെറുക്കന്മാരൊക്കെ വന്നിന്, അവിടെ ചെറുക്കന്മാർ വന്നിന്, അവിടുത്തെ ജംസിയൊക്കെ ഫ്രണ്ട്സുകളൊക്കെ വന്നിന്, ഓല പിന്നാലെ വന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയതൊന്നുമില്ല. ജംസിയൊക്കെ പിന്നെ അങ്ങോട്ട് തിരിച്ച് വീട്ടിൽ തന്നെ പോയി, പിന്നെ വന്നതൊന്നുമില്ല ഇവിടേക്ക്.
ലാസ്റ്റ് വലിയ 2 കാളെ പോയത്. ഒരു കാളയാണ് എനിക്ക് വലിയത് ഇരുന്നുകൊണ്ടുണ്ട്. അത് പോയപ്പോൾ ഈ ലൈനുമ്മ കൂടി ഇങ്ങനെ തട്ടിന്. അതുകൊണ്ടാണ് ഒരു കറണ്ട് ഓഫ് ചെയ്യണത്. പിന്നെ പോയി അമ്പലത്തിൽ എത്തിയാലുള്ളൂ കറണ്ട് കിട്ടുള്ളൂ. ഇതിനെ നേരിട്ട് കാണാൻ എന്തോ ഒരു ഭംഗിയായിരുന്നു അറിയാം. അതാർക്കും ചെയ്തത് അത്യാവശ്യം നല്ലോണം 2 ലോറിയിലായിട്ട് അത്ര വന്നിരിക്കണേ ഈ സാധനങ്ങളൊക്കെ. ഇതിൻ്റെ നേരെയുള്ള ഫോട്ടോസുകളൊക്കെ ആങ്ങളുടെ കയ്യിലോ അങ്ങനെ അവിടെ കയ്യിലുണ്ടായിരുന്നു. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ കാണികളൊക്കെ പോയപ്പോൾ ഞങ്ങൾ വീട്ടിൽ കറക്റ്റ് ചെയ്തപ്പോഴാണ് അതിനും വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടായത്. വലിയ വണ്ടികൾ എല്ലാവരും അവിടെ വന്നിട്ട് നല്ല ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അതും കൂടി കണ്ട് അങ്ങനെ നിന്നു. പിന്നെ വീട്ടിൽ കയറി ഒരുപാട് വൈകിക്കും, കാരണം കറണ്ടും ഇല്ല ഉള്ളിൽ. ഹലോ, അപ്പോൾ എല്ലാവരും ഇന്നത്തെ വിഷയങ്ങൾ കണ്ടില്ലേ? പരിപാടികളൊക്കെ എല്ലാവരും കണ്ടു വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള വീഡിയോസുകളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ കറണ്ടും ഉണ്ടായില്ല. പിന്നെ ഒരുപാട് എത്താവും ചെയ്തു. 11-12 മണിയാകുന്ന നേരത്താണ് കറണ്ടൊക്കെ പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഒക്കെ തന്നെ ഉള്ളൂ.